പുതുതായിട്ട് മരങ്ങളെ കുറിച്ചും പുതുതായിട്ട് വെച്ചുപിടിപ്പിക്കുന്നതിനെ കുറിച്ചും ഒക്കെ യങ് ജനറേഷന്റെ ഇടയിൽ ഒരു ബോധം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു എന്റെ മരം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഹായ്, സെറ്റ് നമുക്ക് സെറ്റ് ആക്കണ്ടേ? സെറ്റ് ആക്കണമെങ്കിൽ ജനറൽ പേപ്പർ നല്ലോണം ശ്രദ്ധിക്കാൻ വേണം. അപ്പൊ കഴിഞ്ഞ പരീക്ഷയിൽ നടന്ന ജനറൽ പേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ പത്മശ്രീ രാധാകൃഷ്ണൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാം. എന്താണ് ഈ ഗോൾഡൻ ട്രയാങ്കിൾ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഗോൾഡൻ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്നത് എന്താണ്? അപ്പൊ ഗോൾഡൻ ട്രയാങ്കിൾ എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആർട്ടിക്കിളുകളെയാണ് ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ആ 3 ആർട്ടിക്കിൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ ആർട്ടിക്കിൾസ് കണക്റ്റഡ് ടു ദ ഗോൾഡൻ ട്രയാങ്കിൾസ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 18, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21. ആദ്യം നമുക്ക് ഈ ആർട്ടിക്കിൾസ് ഒക്കെ എന്താന്ന് നോക്കാം. 14 ഒക്കെ എന്താണ്, 14, 19, 21, 18 ഒക്കെ എന്താന്ന് നോക്കണം അല്ലെ. അപ്പൊ ഓരോ ആർട്ടിക്കിൾ നമ്മൾ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളാണ് ഇത്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ആർട്ടിക്കിൾസുമാണ് കേട്ടോ. ദ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ 3 ആർട്ടിക്കിൾ, 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ തമ്മിലുള്ള ലിങ്കിനെയാണ് നമ്മൾ പറയുന്നത്. ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള, ഇന്റർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള 3 ആർട്ടിക്കിൾസ് ആണ് ഇത്. അതായത് ഒന്നാമതെന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 എപ്പോഴും നമ്മൾ എന്ത് പഠിക്കുമ്പോഴും പഠിക്കേണ്ട ഒരു കാര്യമാണ്. ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാളിറ്റി. ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫ്. ഈ 3 ആർട്ടിക്കിൾസും ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്, ഇന്റർ കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ. 3 പേരുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ എന്താണ് ഈ ആർട്ടിക്കിൾ നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് നോക്കുമ്പോൾ ആർട്ടിക്കിൾ 14 എന്താണ്? റൈറ്റ് ടു ഇക്വാളിറ്റി. റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ലോ. ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്ന, ഇക്വാലിറ്റികൾ അവകാശത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആർട്ടിക്കിൾ 19 എന്താണ്? റൈറ്റ് ടു ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 19 6 പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഉറപ്പുവരുത്തുന്നത്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി ആൻഡ് വിത്തൗട്ട് ആംസ്, സമാധാനപരമായി അസംബിൾ ചെയ്യാൻ, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി അസംബിൾ ചെയ്യാൻ. Freedom to form association or unions, freedom to move freely throughout the territory of India, freedom to reside and settle, and freedom to practice any profession or to carry on any business, occupation or trade. ഇതാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. നമ്മുടെ ഫ്രീഡത്തിനെ കുറിച്ച് ആർട്ടിക്കിൾ 19 പറയുന്നത്. ആർട്ടിക്കിൾ 21 എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ആർട്ടിക്കിൾ 21 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് no person shall be deprived of his life or personal liberty except according to the procedure established by the law. ഈ ആർട്ടിക്കിൾ നമുക്ക് എൻഷുർ ചെയ്യുന്ന 2 അവകാശങ്ങളുണ്ട്. ഒന്ന് റൈറ്റ് ടു ലൈഫ്, 2 റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി. ഇതിനകത്ത് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്ന വേറൊരു കാര്യമുണ്ട്. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് ഇസ് നോട്ട് ലിമിറ്റഡ് ടു ഫിസിക്കൽ എക്സിസ്റ്റൻസ്, ഇമോഷണലും മെന്റൽ വെൽബീയിങ് ഒക്കെ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ കാര്യം കൂടെ ഇൻക്ലൂഡഡ് ആണ്. അതായത് the protection under article 21 is not limited to physical existence but also emotional and mental well-being of an individual. ഈ പറഞ്ഞ ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 19 ആർട്ടിക്കിൾ 21 ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്, ഇന്റർ കണക്റ്റഡ് ആണ്. ഈ 3 ആർട്ടിക്കിൾസിനെയാണ് ഗോൾഡൻ ട്രയാങ്കിൾസ് എന്നറിയപ്പെടുന്നത്. മറക്കോ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഗോൾഡൻ ട്രയാങ്കിൾസ് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21. അപ്പൊ ഇതിൽ ഏതാ ഓപ്ഷൻ ഏതാണ്? ആർട്ടിക്കിൾ 14 1 ആണ്, ആർട്ടിക്കിൾ 19 3 ആണ്, ആർട്ടിക്കിൾ 21 4 ആണ്. 1 3 4. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഏജന്റ് വിച്ച് കോസസ് ദ ട്രോപ്പിക്കൽ ഡിസീസ് കാല അസർ. കാല അസർ എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്ന ഏജന്റ് ഏതാണ്? ഫംഗസ്, ബാക്ടീരിയ, പ്രോട്ടോസോവൻ പ്രോട്ടിസ്റ്റ്, വൈറസ്. ഈ പറഞ്ഞ കാല അസർ ആണ് ലീഷ്മാനിയാസിസ്. ലീഷ്മാനിയാസിസ് ഉണ്ടാക്കുന്ന ആരാ? ലീഷ്മാനിയ ഡോണോവാണി ആണ് ലീഷ്മാനിയാസിസ് ഉണ്ടാക്കുന്നത്. ലീഷ്മാനിയ ഡോണോവാണി ഉണ്ടാക്കുന്ന ഈ പറഞ്ഞ ലീഷ്മാനിയാസിസ് ഉണ്ടല്ലോ, ഈ ലീഷ്മാനിയാസ് കാലാസറിനെ നമ്മൾ വിസറൽ ലീഷ്മാനിയാസിസ് എന്നും പറയാറുണ്ട്. ലീഷ്മാനിയാസിസിലെ ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഫോം ആണ് വിസറൽ ലീഷ്മാനിയാസിസ് അല്ലെങ്കിൽ കാല അസർ എന്ന് പറയുന്നത്. ഇതുണ്ടാക്കുന്ന പ്രോട്ടോസോവ, പാരസിറ്റിക് പ്രോട്ടോസോവയുടെ പേരാണ് ലീഷ്മാനിയ ഡോണോവാണി എന്ന് പറയുന്നത്. ഇത് മനുഷ്യനിലേക്ക് വരും. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫീമെയിൽ സാൻഡ് ഫ്ലൈ ബൈറ്റിൽ കൂടെയാണ്, അത് കടിക്കുമ്പോഴാണ് നമുക്ക് ഈ അസുഖം വരുന്നത്.
ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കും, HIV ഒക്കെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ലീഷ്മാനിയ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പനി, വെയിറ്റ് ലോസ്, സ്പ്ലീനിന്റെ ലിവറിന്റെ സ്വെല്ലിങ്, സിവിയർ അനീമിയ, അൺട്രീറ്റഡ് ആണെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന രോഗമാണ് വിസറൽ ലീഷ്മാനിയാസിസ് അല്ലെങ്കിൽ കാലാ അസർ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ക്ലിയർ ആണ്, കാലാ അസർ എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത് പാരസൈറ്റിക് പ്രോട്ടോസോവൻ ആണ്, അല്ലെങ്കിൽ പ്രോട്ടോസോവൻ പാരസൈറ്റ് ആയ ലീഷ്മാനിയ ഡോണോവാണിയാണ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാതെ വയ്യ, കാരണം മിക്കവാറും എല്ലാ അസുഖങ്ങൾക്കും സിംറ്റമായി വരുന്നത് പനിയാണ് അല്ലെ. എന്തുകൊണ്ടാണ് മിക്കവാറും രോഗങ്ങൾക്ക് പനി സിംറ്റമായി വരുന്നത്? കാരണം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നതാണ് എല്ലാ മൈക്രോ ഓർഗാനിസത്തിന്റെയും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ. അവരതിനകത്ത് വളരെ കംഫർട്ടബിൾ ആണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനകത്ത്. അപ്പൊ കയറി കഴിഞ്ഞാൽ വളരെ കൂൾ ആൻഡ് കാം ആയിട്ട് അവരോട് ഇരുന്നോളും. പക്ഷെ നമ്മുടെ ശരീരത്തിന് അങ്ങനെ വെക്കാൻ പറ്റില്ലോ. നമ്മുടെ ബോഡി എന്ത് ചെയ്യും? നമ്മുടെ ബോഡി നമ്മുടെ ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ട് ഇവരെ ഓടിക്കാൻ നോക്കും. അത് നമ്മുടെ ബോഡിയുടെ ഒരു ഇമ്മ്യൂൺ പാർട്ടാണ്, ഇമ്മ്യൂൺ സിസ്റ്റം ആണ്, അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം ആണ്. ഈ മൈക്രോ ഓർഗാനിസത്തിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂട്ടാറുണ്ട്. അതിനെയാണ് നമ്മൾ പനി എന്ന് പറയുന്നത്. പനി വരുന്നത് ഈ മൈക്രോ ഓർഗാനിസത്തിനെ കൂട്ടാനുള്ള ഡിഫൻസ് മെക്കാനിസം ആണെന്നും കൂടെ ഓർത്തോളുക. അപ്പൊ കാലാസർ ഉണ്ടാക്കുന്ന ആരാ? അല്ലെങ്കിൽ വിസറൽ ലീഷ്മാനിയാസ് ഉണ്ടാക്കുന്ന ആരാ? പ്രോട്ടോസോവൻ പാരസൈറ്റ് ആയ ലീഷ്മാനിയ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്ട്ലി മാച്ച്ഡ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഇറ്റ്സ് റാംസർ സൈറ്റ്സ് ഇൻ ഇന്ത്യ. കഴുവേലി ബേർഡ് സാങ്ച്വറി തമിഴ്നാടു, തവ റിസർവോയർ മധ്യപ്രദേശ്, നഞ്ചരായൻ ബേർഡ് സാങ്ച്വറി ആന്ധ്രാപ്രദേശ്. 1 and 3 only, 2 and 3 only, 1 and 2 only, 1, 2 and 3. ഇതിനെന്താ ഇപ്പൊ ഇത്ര വലിയ പ്രത്യേകത? ഈ കഴുവേലി ബേർഡ് സാങ്ച്വറിക്കും തവ റിസർവോയറിനും നഞ്ചരായൻ ബേർഡ് സാങ്ച്വറിക്കും അല്ലെങ്കിൽ റാംസർ സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാല്, വളരെ റീസെന്റ് ആയിട്ട് ഇത് പ്രാധാന്യം വന്ന ഒന്നാണ് ഈ റാംസർ സൈറ്റ് അല്ല ഈ പറഞ്ഞ മൂന്നാൾക്കാരും. കാരണം എന്താ വെച്ചാല് നഞ്ചരായൻ ബേർഡ് സാങ്ച്വറിയും കഴിവേലി ബേർഡ് സാങ്ച്വറിയും തമിഴ്നാട്ടിലാണ്. ഈ തമിഴ്നാട്ടിലുള്ള കഴിവേലി ബേർഡ് സാങ്ച്വറിയും നഞ്ചരായൻ ബേർഡ് സാങ്ച്വറിയും അതുപോലെ മധ്യപ്രദേശിലുള്ള തവ റിസർവോയറും ഈ അടുത്ത കാലത്താണ് റാംസർ സൈറ്റ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്തത്. എന്താണ് റാംസർ സൈറ്റ്സ്? വെറ്റ്ലാൻഡിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയാനാണ്. അപ്പൊ 3 പുതിയ വെറ്റ്ലാൻഡ്സ് റാംസർ സൈറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്ത 3 പുതിയ വെറ്റ്ലാൻഡ്സ് ആയിരുന്നു നഞ്ചരായൻ ബേർഡ് സാങ്ച്വറി, കഴിവേലി ബേർഡ് സാങ്ച്വറി ഇൻ തമിഴ്നാടു ആൻഡ് തവ റിസർവോയർ ഇൻ മധ്യപ്രദേശ്. റീസെന്റ്ലി the Nanjarayan Bird Sanctuary, Kaduveli Bird Sanctuary in Tamil Nadu and Tava Reservoir in Madhya Pradesh as 3 new wetlands as Ramsar site. അപ്പൊ എന്താണ് ഈ റാംസർ സൈറ്റ് എന്ന് നോക്കിയാൽ, റാംസർ കൺവെൻഷൻ ഉണ്ട്. റാംസർ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇന്റർനാഷണൽ ട്രീറ്റി സൈൻഡ് ഇൻ 1971. 1971 ഇറാനിലെ റാംസറിൽ വെച്ച് സൈൻ ചെയ്യപ്പെട്ട ഒരു ഇന്റർനാഷണൽ ട്രീറ്റിയാണ് റാംസർ കൺവെൻഷൻ. അതായത് അണ്ടർ ദ ഓസ്പീഷ്യസ് ഓഫ് യുനെസ്കോയുടെ ഓസ്പീഷ്യസില് 1971 ഇറാനിലെ റാംസറിൽ വെച്ച് സൈൻ ചെയ്യപ്പെട്ട ഒരു ഇന്റർനാഷണൽ ട്രീറ്റിയാണ് റാംസർ കൺവെൻഷൻ. എന്തായിരുന്നു ഇതിന്റെ എയിം? കൺസേർവിംഗ് വെറ്റ്ലാൻഡ്സ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള വെറ്റ്ലാൻഡ്സിനെ കൺസേർവ് ചെയ്യുക, കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ്. അപ്പൊ കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ് എന്ന എയിം മനസ്സിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ എയിം ചെയ്തുകൊണ്ട് യുനെസ്കോയുടെ ഓസ്പീഷ്യസില് ഇറാനിലെ റാംസറിൽ 1971 സൈൻ ചെയ്ത ഇന്റർനാഷണൽ ട്രീറ്റി ആയിരുന്നു റാംസർ കൺവെൻഷൻ. എന്നാൽ ഇന്ത്യയിൽ നിലവിൽ വന്ന എപ്പോഴാ? ഇന്ത്യയില് അത് 1 February 1982 വന്നത്. ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള വെറ്റ്ലാൻഡ്സിനെ റാംസർ സൈറ്റ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്തുകൊണ്ട് 1982 1 February ഇന്ത്യയിൽ അത് നിലവിൽ വന്നു. ഈ നഞ്ചരായൻ ബേർഡ് സാങ്ച്വറി എവിടെയാണെന്ന് ചോദിച്ചാല് തമിഴ്നാട്ടിലെ തിരുപ്പൂർ ഡിസ്ട്രിക്റ്റിലെ ഉത്തുകുളി താലൂക്കില് കാണപ്പെടുന്ന ഒരു വെറ്റ്ലാൻഡ് ആണ് നഞ്ചരായൻ ബേർഡ് സാങ്ച്വറി. ഈ ബേർഡ് സാങ്ച്വറി ഹോസ്റ്റ് ചെയ്യുന്ന ബേർഡ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ബാർ ഹെഡഡ് ഗൂസ് ഉണ്ട്, സ്പോട്ട് ബിൽഡ് പെലിക്കൻ ഉണ്ട്, നോർത്തേൺ ഷോവ്ലർ ഉണ്ട്. ഇങ്ങനെ കുറച്ച് പക്ഷികളെയാണ് അത് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇത് തമിഴ്നാടിന്റെ 17th ബേർഡ് സാങ്ച്വറി ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്റ്റീവായിട്ട് ഇതിനെ കൊണ്ടു നടക്കുന്ന, പ്രൊട്ടക്ട് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഒക്കെ അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കൂടിയാണ്. ഇനി കഴിവേലി ബേർഡ് സാങ്ച്വറി എന്ന് പറഞ്ഞാൽ അത് വില്ലുപുരം ഡിസ്ട്രിക്ട്, അതായത് പോണ്ടിച്ചേരിക്ക് നോർത്തായിട്ട് വില്ലുപുരം ഡിസ്ട്രിക്റ്റിലെ കൊറമാൻഡൽ കോസ്റ്റിൽ കാണുന്ന ഒരു ബേർഡ് സാങ്ച്വറി ആണ് കഴിവേലി ബേർഡ് സാങ്ച്വറി എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രത്യേകത കൂടെ, അവിസീനിയ സ്പീഷീസ്, മാംഗ്രൂവ് പാച്ചസ് ആണ് അവിസീനിയ സ്പീഷീസിനെ. എന്താണ് ഈ അവിസീനിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, അവിസീനിയ സാധാരണ എല്ലാ റൂട്ടുകളും താഴോട്ടാണ് വളരുക. അപ്പൊ താഴോട്ട് വളരുന്ന റൂട്ടുകളെ നമ്മൾ എങ്ങനെ പറയും? അത് പോസിറ്റീവ്ലി ജിയോട്രോപ്പിക് ആണ്. പക്ഷെ അവിസീനിയ പോലത്തെ അല്ലെങ്കിൽ മാംഗ്രൂവ് പോലത്തെ ഓക്സിജൻ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വളരുന്ന ചെടികളുടെ റൂട്ടുകൾ മുകളിലോട്ട് വളരും.
അങ്ങനെയുള്ള റൂട്ടുകളെ നമ്മൾ നെഗറ്റീവ്ലി ജിയോട്രോപിക് എഗൻസ്റ്റ് ദ ഗ്രാവിറ്റി. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്ലാന്റ് ആണ് അബിസീനിയ സ്പീഷീസ് എന്ന് പറയുന്നത്. അതുപോലെ റീഡും ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്, REED. തവാ റിസർവോയർ എന്ന് പറഞ്ഞാൽ എന്താണ്? തവാ റിസർവോയർ കാണുന്നത് തവാ റിവറിന്റെയും ഡെൻവാ റിവറിന്റെയും, ഇറ്റാർസി ടൗണിലെ തവാ റിവറിന്റെയും ഡെൻവാ റിവറിന്റെയും സംഗമ സ്ഥാനം, കോൺഫ്ലുവൻസിൽ കാണുന്ന ഒരു റിസർവോയർ ആണ് തവാ റിസർവോയർ. ശരിക്കും പറഞ്ഞാൽ ഇത് ഇറിഗേഷന് വേണ്ടിയിട്ടാണ് ഇത് ബിൽഡ് ചെയ്തത്. പക്ഷെ പിന്നീട് അത് പവർ ജനറേഷനും അക്വാകൾച്ചറിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. ഈ റിസർവോയർ കാണുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ദിസ് റിസർവോയർ ലൈസ് വിത്തിൻ ദ സത്പുര ടൈഗർ റിസർവ് ആൻഡ് ബോറി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഈ റിസർവോയർ, തവാ റിസർവോയർ സ്പോട്ടഡ് ഡിയർ ആൻഡ് പെയിന്റഡ് സ്റ്റോക്കിനെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇത് എവിടെയാണെന്നൊക്കെ ക്ലിയർ ആയി, എന്താണെന്നും മനസ്സിലായി. അപ്പോ റാംസർ സൈറ്റിൽ ഉൾപ്പെട്ട ഭാഗങ്ങളാണ് കഴുവേലി ബേർഡ് സാങ്ച്വറി, തവാ റിസർവോയർ, നഞ്ചരായൻ ബേർഡ് സാങ്ച്വറി. അതിന്റെ സ്ഥലം എവിടെയാണെന്ന് മാത്രമേ വ്യത്യാസം വന്നുള്ളൂ. കഴുവേലി ബേർഡ് സാങ്ച്വറി തമിഴ്നാടാണ്, നഞ്ചരായൻ ബേർഡ് സാങ്ച്വറി തമിഴ്നാടാണ്. അപ്പൊ ഓപ്ഷൻ 3 തെറ്റാണ്, 1ഉം 2ഉം ആണ് ശരി. ആൻസർ എന്താണ്? സി ആണ് കറക്റ്റ് ആൻസർ. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്. സ്വയം. ഇറ്റ് ഈസ് എ പ്ലാറ്റ്ഫോം offering online and offline courses covering school to postgraduate levels. The Education Ministry had launched the National Institutional Ranking Framework NIRF scheme in 2012, as per which 20 institutions were to be selected to enjoy complete autonomy. ഇതിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ രണ്ടും ശരിയാണോ എന്നൊക്കെയാണ് ഇവിടെ ചോദ്യം. സ്വയം പദ്ധതിയെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് NIRF കുറിച്ചും പറയുന്നുണ്ട്. രണ്ടും എന്താന്ന് നമുക്ക് നോക്കാം. സ്വയം എന്ന് പറഞ്ഞാല്, സ്വയം ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തത് അന്നത്തെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഇപ്പൊ അതെങ്ങനെ അറിയപ്പെടുന്ന മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. സ്വയം ഇനിഷ്യേറ്റീവ് വാസ് ലോഞ്ച്ഡ് ബൈ Ministry of Education, Government of India under Digital India to give a coordinated stage and free entry to web courses covering all advanced education, high school and skills sector courses. അത് എന്നാണ് ലോഞ്ച് ചെയ്തതെന്ന് ചോദിച്ചാൽ 2017 9th July 2017 അന്നത്തെ ഓണറബിൾ പ്രസിഡന്റ് ആയിരുന്ന പ്രണബ് മുഖർജി ആണ് 2017 ജൂലൈ 9 ഇത് ലോഞ്ച് ചെയ്തത്. ഇതിനകത്ത് നമുക്കറിയാം, ഇപ്പോഴുള്ള സ്വയം പ്ലാറ്റ്ഫോമിന് ക്യാൻ ഫെസിലിറ്റേറ്റ് 2000 കോഴ്സസ്. ഈ പ്ലാറ്റ്ഫോം ഓഫർ ചെയ്യുന്നത് ഫ്രീ ആക്സസ് ടു എവ്രി വൺ ആൻഡ് ഹോസ്റ്റ് കോഴ്സസ് ഫ്രം ക്ലാസ് 9 ടു പോസ്റ്റ് ഗ്രാജുവേഷൻ. ഇറ്റ് എനേബിൾസ് പ്രൊഫസേഴ്സ് ആൻഡ് ഫാക്കൽറ്റീസ് ഓഫ് സെൻട്രലി ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് IITs, IIM, IISers ടു ടീച്ച് സ്റ്റുഡൻസ്. കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ പ്രൊഫസേഴ്സിനെയൊക്കെയാണ് അവര് നിയമിക്കുന്നത്. അപ്പൊ സ്വയം പ്ലാറ്റ്ഫോം എന്താന്ന് മനസ്സിലായി, ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് മനസ്സിലായി. അടുത്ത എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് NIRF. അത് ഇന്ത്യ ഗവൺമെന്റ് ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അസസ് ആൻഡ് റാങ്ക് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ കൺട്രി. നമ്മുടെ രാജ്യത്തുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അസസ് ചെയ്യാനും റാങ്ക് ചെയ്യാനും വേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് അഥവാ NIRF എന്ന് പറയുന്നത്. NIRF was adopted by the Ministry of Education and launched by Honorable Minister of Human Resource Development. എന്നാണ്? 29th September 2015. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? തെറ്റാണ്. അപ്പോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. ഓപ്ഷൻ A is the right answer. അടുത്ത ചോദ്യം, which among the following given below are examples of research and development steps undertaken by the Government of India? Uchtar Avishkar Yojana, UAY, Impacting Research, Innovation and Technology, Imprint, National Deep Tech Startup Policy, അതുപോലെ അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ആക്ട്. 4 ആക്ടിന്റെ കാര്യം പറയുന്നുണ്ട്. ഇത് 4ഉം എന്താണ് നമുക്ക് മനസ്സിലാക്കാം. 4ഉം കറക്റ്റ് ആണ്, 4ഉമാണ് പ്ലാൻ ആണ്. പക്ഷെ ഓരോന്നും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉച്ച്താർ ആവിഷ്കാർ യോജന അഥവാ UAY എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അനൗൺസ്ഡ് ഇൻ 2015. എന്തിനു വേണ്ടിയാണ്? വിത്ത് എ വ്യൂ ടു പ്രൊമോട്ടിംഗ് ഇന്നോവേഷൻ ഓഫ് എ ഹയർ ഓർഡർ ദാറ്റ് ഡയറക്ട്ലി ഇമ്പാക്ട്സ് ദ നീഡ്സ് ഓഫ് ദ ഇൻഡസ്ട്രി. രണ്ടാമത്തെ ഇംപ്രിന്റ് അഥവാ ഇമ്പാക്ടിംഗ് റിസർച്ച്, ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി.
ഇതെന്ന് പറഞ്ഞാല് ഒരു ജോയിന്റ് വെഞ്ചർ ആണ്, അല്ലെങ്കിൽ ജോയിന്റ് ഇനിഷ്യേറ്റീവ് ആണ്. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചാൽ, ടു അഡ്രസ് ദ മേജർ എഞ്ചിനീയറിംഗ് ചാലഞ്ചസ് ദാറ്റ് ദ കൺട്രി മസ്റ്റ് അഡ്രസ് and champion to enable, empower and embolden the nation for its inclusive growth and self-reliance. നമ്മൾ അഡ്രസ് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ചാലഞ്ചസിനെ അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇത് തുടങ്ങിയതാണ് നമ്മുടെ ഇമ്പാക്ടിംഗ് റിസർച്ച് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഡീപ് ടെക് ആൻഡ് ടെക്നോളജി. ഡീപ് ടെക് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് ഓഫ് സ്റ്റാർട്ടപ്പ് ബിസിനസ് ആണ്. ക്ലാസ് ഓഫ് സ്റ്റാർട്ടപ്പ് ബിസിനസ് ആണ്. പുതിയ പുതിയ ഓഫറിങ്സ്, ടാൻജിബിൾ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഇന്നോവേഷൻസിനും സയന്റിഫിക് ഡിസ്കവറീസിനെയും ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള പുതിയ പുതിയ ഓഫറിങ്സ് ഉള്ള ഒന്നാണ് ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് ടെക്നോളജി എന്ന് പറയുന്നത്. അത് ഡീപ് ടെക് ഫീൽഡ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ്, ബ്ലോക്ക് ചെയിൻ, ബയോടെക്നോളജി, റോബോട്ടിക്സ്, ഡ്രോൺസ്, ഫോട്ടോണിക്സ്, ക്വാണ്ടം കമ്പ്യൂട്ടിങ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ആക്ട് എന്ന് പറയുന്നത് പാർലമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ആക്ട് ആണ്. അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ആക്ട് 2023 ANRF. അത് പാർലമെന്റ് ഓഫ് ഇന്ത്യയുടെ ആക്ട് ആണ്. എല്ലാ റിസർച്ചും, അതായത് റിസർച്ച് ഡെവലപ്മെന്റ്, നാച്ചുറൽ സയൻസില്, ടെക്നോളജിയില്, അഗ്രികൾച്ചറില്, ഹെൽത്ത് ടെക്കില്, ഇങ്ങനെ പല ഫീൽഡിലുള്ള എല്ലാ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനെയും റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചുള്ള ഒരു ആക്ട് ആണ് അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ആക്ട് 2023 ANRF എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഈ 4 മന്ത് 1, 2, 3, 4 ഈ 4 എന്താണ് എക്സാമ്പിൾസ് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റെപ്സ് undertaken by the government of India. Ustar Avishkar Yojana, Impacting Research, Innovation and Technology or IMPRINT, National Deep Tech Startup Policy, Anusandhan National Research Foundation Act. For option A is the right answer. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ അങ്ങനത്തെ എക്സാംസ് എഴുതുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. Identify the correct statement. Right to Education Act in India defines a child as any person within the age group of 6 to 14 years. Section 1(4) and Section 1(5) were added to Right to Education Act in 2012, stating that that should be applicable to minority and religious educational institutions. Also, the Supreme Court in 2014 judgment reaffirmed that minority-run schools can be forced to implement the Right to Education Act. ഇത് 2 സ്റ്റേറ്റ്മെന്റ് വേണ്ട. ഈ 2 സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരി? ഒന്നാണോ, രണ്ടാണോ, രണ്ടും ശരിയാണോ, രണ്ടും തെറ്റാണോ? നമുക്ക് നോക്കാം എന്താണ് ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടില് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, സൗജന്യമായിട്ട് നിർബന്ധിതമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് എന്തിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതിനകത്ത് 1(4) 1(5) കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഈ പറഞ്ഞ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം 1(4) പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 29ഉം 30യുടെയും ആ ഒരു അതിന് വിധേയമായിട്ട് 29ലും 30ലും എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കാൻ ബാധകമാണെന്നാണ് 1(4) പറഞ്ഞത്. എന്നാൽ 1(5) പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ മദ്രസകള്, വേദപാഠശാലകളൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ നമ്മള് മതപരമായ കാര്യങ്ങൾ കൊടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും ഇത് ബാധകമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ വളരെ വ്യക്തമാണ്, ഒന്നാമത്തത് മാത്രമാണ് കറക്റ്റ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടില് ചൈൽഡ് എന്ന് പറയുന്നത് 6നും 14നും ഇടയിലുള്ള കുട്ടികളെയാണ്, അവർക്കാണ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. 1(4) 1(5) were added to the RTE Act, Right to Education Act. Act should be applicable to minority and religious educational institutions. തെറ്റല്ലേ? അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. അതുകൊണ്ട് ഓപ്ഷൻ എ is the right answer. അടുത്ത ചോദ്യം, which among the following is responsible for maintaining the osmotic pressure in blood? Platelets, red blood cells, fibrinogen, albumin. ഇതിനകത്ത് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞാല് ത്രോംബോസൈറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സ് അല്ലെങ്കിൽ ത്രോംബോസൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ എല്ലായിടത്തും കേട്ടിട്ടുണ്ട്. പ്ലേറ്റ്ലെറ്റ്സിന്റെ സഹായത്തോടു കൂടിയാണ് ബ്ലഡ് ക്ലോട്ടിങ് നടക്കുന്നത് അല്ലെ. നമ്മളൊരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു 3-4 മിനിറ്റ് ആ മുറിവ് ക്ലോട്ട് ചെയ്യും.
ചില സമയത്ത് ക്ലോട്ട് ചെയ്യാതെ വരുന്ന അവസ്ഥയാണ് നമ്മൾ ഹീമോഫീലിയ എന്നൊക്കെ പറയുന്നത്. ഈ ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആളാണ് പ്ലേറ്റ്ലെറ്റും അല്ലെങ്കിൽ ത്രോംബോസൈറ്റുകളും വൈറ്റമിൻ കെയും കാൽസ്യം അയോൺസിന്റെയും പ്രസൻസിലാണ് ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കുന്നത്. അടുത്തതാരാ? RBC അല്ലെങ്കിൽ എറിത്രോസൈറ്റ്സ് എന്ന് പറയുന്ന ആളുടെ പണി എന്താന്ന് വെച്ചാൽ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ക്യാരി ചെയ്യുക എന്നുള്ളതാണ്. ഈ ഓക്സിജൻ എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ഗ്യാസ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ഗ്യാസ് ആണ്. ഈ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും റെസ്പിറേറ്ററി ഗ്യാസസിനെ ക്യാരി ചെയ്യുക എന്നുള്ളതാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹീമോഗ്ലോബിൻ. RBCയിലാണ് ഹീമോഗ്ലോബിൻ ഇരിക്കുന്നത്. ആ ഹീമോഗ്ലോബിന്റെ റെസ്പിറേറ്ററി പിഗ്മെന്റ് ആയ ഹീമോഗ്ലോബിന്റെ ഹെൽപ്പോടുകൂടി ക്യാരി ചെയ്യുക എന്നുള്ളതാണ് ആരുടെ പണി? RBCയുടെ പണി. ഇനി ഫൈബ്രിനോജൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ ബ്ലഡിൽ കാണുന്ന പ്രോട്ടീൻ ആണ്, അതായത് ക്ലോട്ടിംഗ് ഫാക്ടർ ആണ് ഫൈബ്രിനോജൻ, അല്ലെങ്കിൽ പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ. പ്ലാസ്മയിൽ കാണുന്ന പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ. ഈ പ്ലാസ്മ പ്രോട്ടീൻ ആയ ഫൈബ്രിനോജൻ ഫൈബ്രിനായി മാറുമ്പോഴാണ് നമ്മൾ ക്ലോട്ടിംഗ് നടന്നു എന്ന് പറയുന്നത്. ആൽബുമിനാണ് ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ. നമ്മുടെ പ്ലാസ്മ പ്രോട്ടീൻസ് ആണ് ഫൈബ്രിനോജൻ, ആൽബുമിൻ, അതുപോലെ ഗ്ലോബുലിൻ. ഫൈബ്രിനോജൻ ക്ലോട്ടിങ്ങിന് സഹായിക്കും. ഗ്ലോബുലിൻ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. അപ്പൊ ഇമ്മ്യൂണിറ്റി ആയിട്ട് റിലേറ്റഡ് ആണ്. അതുപോലെ ആൽബുമിൻ എന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ് ദ ഓസ്മോട്ടിക് പ്രഷർ ഇൻ ബ്ലഡ്. ഇവിടെ ആൻസർ ഏതാ? ആൻസർ ഡി, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. The Bharatiya Nyaya Sanhita is the official criminal code in India. BNS was passed in the parliament in June 2023. BNS came into effect on 1st July 2024. 1 and 2 only, 1, 2 and 3 only, 1 and 3 only, 2 and 3 only. ഏതാണ് കറക്റ്റ്? അപ്പൊ നമുക്കറിയാം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, അതായത് 1860 വന്ന നിയമങ്ങളാണ് ഈ IPC, CRPC, അതുപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നൊക്കെ പറയുന്നത്. ഇത്രയും വർഷം 150 വർഷം എല്ലാവരും അല്ല കേട്ടോ, എല്ലാ നിയമങ്ങളും അല്ല 1860 വന്ന്, ഞാൻ IPCയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ IPC റീപ്ലേസ് ചെയ്താണ് ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ BNS വന്നത്. അപ്പൊ ഈ പറഞ്ഞ ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത് ഒഫീഷ്യൽ ക്രിമിനൽ കോഡ് ഇൻ ഇന്ത്യ ആണ്. അപ്പൊ IPC എന്ന് പറഞ്ഞാൽ 1860 വന്ന ഇന്ത്യൻ പീനൽ കോഡ് എന്ന നിയമം മാറ്റിമറിക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. കാരണം അന്ന് ബ്രിട്ടീഷുകാർ ഭരിച്ചിട്ടുണ്ടായിരുന്ന ആ നിയമങ്ങളെ ഒന്ന് മാറ്റി 2023 ഇതിനെയൊക്കെ ഒന്ന് മാറ്റിയെടുത്തു. ഇനി ഒന്ന് മാറ്റിയെടുത്തപ്പോ പാർലമെന്റിൽ അമിത്ഷാ അത് പ്രസന്റ് ചെയ്ത് അത് നിയമത്തിലെ മാറ്റങ്ങൾ വരുത്തി. കുറെ സെക്ഷൻസ് ആഡ് ചെയ്തു, കുറെ സെക്ഷൻസ് റിപ്പീൽ ചെയ്തു, കുറെ സെക്ഷൻസ് അമെൻഡ് ചെയ്തു. അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി IPCയുടെ പുതിയ ഫോമാണ് ഭാരതീയ ന്യായ സംഹിത അഥവാ BNS എന്ന് പറയുന്നത്. അതുപോലെ CRPC കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിന്റെ പുതിയ പേരാണ് BNSS. അതുപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ പുതിയ പേരാണ് BSA. അത് മൂന്നും ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന ഒഫീഷ്യൽ ക്രിമിനൽ കോഡ് ഇൻ ഇന്ത്യ ആണ്. അത് വന്നത് ഇറ്റ് കെയിം ഇൻ ടു ഇഫക്ട് ഓൺ 1st July 2024. പാർലമെന്റില് 2023 പാസ്സായി. 2024 ജൂലൈ 1 അത് ഇഫക്റ്റീവായി. നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിനെ മാറ്റിക്കൊണ്ടുവന്ന ഒന്നാണ് ഈ പറഞ്ഞ BNS. BNS is official criminal code in India. Correct statement ആണ്. BNS was passed in Parliament June 2023. അല്ല, അത് ഡിസംബറിലാണ് പാസ്സാക്കിയത്. BNS came into effect on 1st July 2024. ശരിക്കും പറഞ്ഞാൽ BNS രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഡിസംബർ 25 അത് വളരെ പ്രധാനപ്പെട്ട ഡേറ്റ് ആയതുകൊണ്ട് ഓർത്തു വെച്ച് പറഞ്ഞു. അത് ഓർത്തു വെക്കാനും എളുപ്പമാണ്. ഡിസംബർ 25 ക്രിസ്മസിന് അന്നാണ് രാഷ്ട്രപതി അതിനകത്ത് ഒപ്പുവെച്ചത്. BNS was passed in the Parliament June 2023. അത് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. Blue baby syndrome is the result of dash contamination in water: arsenic, chromium, fluoride, nitrate. ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് പറയുന്നത് നൈട്രേറ്റ് പോയ്സണിങ്, നൈട്രേറ്റ് കണ്ടാമിനേഷന്റെ റിസൾട്ട് ആണ് ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, എ പ്രോജക്ട് ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള ടു എൻഹാൻസ് ബയോഡൈവേഴ്സിറ്റി ബൈ ഇൻക്രീസിംഗ് ഗ്രീനറി അക്രോസ് ദ റീജൺ. എന്റെ മരം, പച്ചത്തുരുത്ത്, ദേവഹരിതം, പൂങ്കാവനം. എന്താണ് ഈ എന്റെ മരവും പച്ചത്തുരുത്തും പൂങ്കാവനും ഒക്കെ നോക്കണ്ടേ അല്ലെ? നമുക്കറിയണല്ലോ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ചോദിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാതിരിക്കൊന്നുമില്ലോ. എന്റെ മരം എന്ന് പറയുന്നത്, എന്റെ മരം പ്രോജക്ട് എന്തിനാണെന്ന് വെച്ചാല് നമ്മുടെ നമ്മുടെ ഈ പറഞ്ഞ യങ് ജനറേഷൻ എൻവയോൺമെന്റൽ
പുതുതായിട്ട് മരങ്ങളെ കുറിച്ചും പുതുതായിട്ട് വെച്ചുപിടിപ്പിക്കുന്നതിനെ കുറിച്ചും ഒക്കെ യങ് ജനറേഷന്റെ ഇടയിൽ ഒരു ബോധം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു എന്റെ മരം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. എന്റെ മരം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യങ് ജനറേഷൻ, അതായത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് ഇനിഷ്യേറ്റീവിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അൺലൈക്ക് ട്രഡീഷണൽ ഇനിഷ്യേറ്റീവ് ദാറ്റ് മേ ഫെയ്ഡ് ആഫ്റ്റർ എ സിംഗിൾ ഡേ, നമ്മളൊരു ദിവസം വെച്ചു എൻവയോൺമെന്റ് ഡേ, അന്ന് എല്ലാവരും കൂടെ മരം വെക്കും. അത് അല്ലാതെ ഓരോ യങ് ജനറേഷനിൽ അല്ലെങ്കിൽ ഓരോ കുട്ടിയുടെയും പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ആണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ കെയർ ചെയ്യുക എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. ഒരു ദിവസത്തേക്കല്ല, ഒരു നീണ്ടു നിൽക്കുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു യങ് ജനറേഷന്റെ ഇടയിൽ. അതിനെയാണ് നമ്മൾ എന്റെ മരം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പച്ചത്തുരുത്ത്. പച്ചത്തുരുത്ത് എന്ന് പറഞ്ഞാല് അതൊരു പുതിയ പ്രോജക്റ്റ് ആണ്, നോവൽ വെഞ്ചർ ആണ്. ആരുടെ? ഹരിത കേരള മിഷൻ. നമ്മള് ഹരിത കേരള മിഷന്റെ ഒരു പുതിയ പ്രോജക്റ്റ് ആയിരുന്നു പച്ചത്തുരുത്ത് എന്ന് പറയുന്നത്. നാച്ചുറൽ ബയോഡൈവേഴ്സിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഉള്ള ഒരു കാര്യം. എങ്ങനെയാണെന്ന് വെച്ചാല്, ടു പ്രൊട്ടക്ട് ദ നാച്ചുറൽ ബയോഡൈവേഴ്സിറ്റി by taking over barren areas including public areas and planting unique trees and indigenous plants. നമ്മുടെ കേരളത്തിലുള്ള ഇൻഡിജീനസ് പ്ലാന്റ്സിനെയും യുണീക് പ്ലാന്റ്സിനെയും പ്ലാന്റ് ചെയ്തുകൊണ്ട് നമ്മുടെ നാച്ചുറൽ ബയോഡൈവേഴ്സിറ്റിയെ കൺസേർവ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എയിം ചെയ്തിട്ടുള്ള ഹരിത കേരള മിഷന്റെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു പച്ചത്തുരുത്ത് എന്ന് പറയുന്നത്. പച്ചത്തുരുത്ത് ഇനി നമ്മുടെ ശരിക്കും പറഞ്ഞാല് പൊതുസ്ഥലങ്ങളിൽ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ഒരു പദ്ധതി, അതിനാണ് അങ്ങനെ ഒരു പദ്ധതിയായിട്ടാണ് ഈ പച്ചത്തുരുത്ത് ആരംഭിച്ചത്. അതാണ് ഞാൻ പറഞ്ഞ പബ്ലിക് പ്ലേസസിൽ, ബാരൻ ലാൻഡിലെ പബ്ലിക് പ്ലേസസിൽ ചെയ്യാം. ഇനി മറ്റൊരു പ്രോജക്റ്റ് ആണ് ദേവഹരിതം. ദേവഹരിതവും നമുക്ക് ഇങ്ങനെ തന്നെ പറയാം. അതായത് ക്ഷേത്രഭൂമികൾ ഉണ്ടല്ലോ, അവിടെയൊക്കെ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നൊരു പദ്ധതിയായിരുന്നു ദേവഹരിതം പദ്ധതി എന്ന് പറയുന്നത്. പ്ലാവ്, പൂവളം, അങ്ങനത്തെ ചെടികളൊക്കെ, അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട ചെടികൾ, ഇലഞ്ഞി, ചെങ്കുറിഞ്ഞി, അശോകം, ദന്തപാല, അരയാല്, ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ ദേവഭൂമിയിൽ വെച്ച് പിടിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള പ്രോജക്റ്റ് ആയിരുന്നു ഈ പറഞ്ഞ അടുത്ത പ്രോജക്റ്റ്. അപ്പൊ അതും ക്ലിയർ ആയിട്ടാന്ന് വിചാരിക്കുന്നു, ദേവഹരിതം. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, പച്ചത്തുരുത്താണ് റൈറ്റ് ആൻസർ. 11ാമത്തെ ചോദ്യം വീണ്ടും വന്നു ആർട്ടിക്കിൾ. അതാണ് ഇത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ പറഞ്ഞ ആർട്ടിക്കിൾസ് ഒക്കെ. 14, 19, 21 ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് കേട്ടോ. The constitutional articles which states that the state should provide free and compulsory education to all children until they are 14 years of age. Article 29, Article 21A, Article 27, Article 17. നമ്മൾ ആർട്ടിക്കിൾസ് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 21A. Every child between the age of 6 to 14 അവർക്ക് റൈറ്റ് ഉണ്ട്. എന്തിന്? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ഇത് നമ്മുടെ ആർട്ടിക്കിൾ 21A പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റില്, കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടനയുടെ 86ാമത്തെ ഭേദഗതിയിലാണ് ആർട്ടിക്കിൾ 21A ഇത് പറയുന്നത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ between the age of free and compulsory education between the age of 6 to 14 years. അതൊരു റൈറ്റ് ആണ് കുട്ടിയുടെ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21A. ക്ലിയർ ആയല്ലോ? അപ്പൊ ഓപ്ഷൻ ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി is the right answer. അടുത്ത ചോദ്യം, in making the saffron spice, which one of the following parts of the plant is used? Leaf, petal, sepal, stigma. സ്റ്റിഗ്മയാണ് ഉത്തരം. സ്റ്റിഗ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അതായത് സാഫ്രോൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ സ്റ്റിഗ്മ ഫ്ലവർ എന്നാണ് കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സ്റ്റിഗ്മ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്ലവറിലെ ഫീമെയിൽ പാർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സ്റ്റിഗ്മ, സ്റ്റൈല്, അതുപോലെ തന്നെ ഓവറി. അപ്പോ സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി, ഒരു ഫ്ലവറിലെ ഫീമെയിൽ പാർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സ്റ്റിഗ്മ. നമ്മള് ഇത് കിട്ടുന്നത് ഈ പറഞ്ഞ സാഫ്രോൺ മെയിൻലി എവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്? നമ്മുടെ സ്ഥലത്തല്ല അല്ലെ, നമ്മുടെ സ്ഥലത്തല്ല, മറിച്ച് ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. സ്റ്റിഗ്മയിൽ നിന്നാണ് ഇതെടുക്കുന്നത്. അപ്പൊ ഉത്തരം എന്താണ്? ഇവിടെ സ്റ്റിഗ്മയാണ് ഉത്തരം. ഫ്ലവർ എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഫ്ലവർ എന്നുള്ള ഓപ്ഷൻ കറക്റ്റ് ആണ്. ഫ്ലവർ സ്റ്റിഗ്മയും കൂടെ തരികയാണെങ്കിൽ സ്റ്റിഗ്മ തന്നെയാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. The Prime Minister who launched the Ganga Action Plan to make Ganga pollution free. ഗംഗയെ മലിനീകരണ വിമുക്തമാക്കാൻ വേണ്ടി, പൊല്യൂഷൻ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഗംഗ ആക്ഷൻ പ്ലാൻ
ലോഞ്ച് ചെയ്ത പ്രൈം മിനിസ്റ്റർ ആരാണ്? AB വാജ്പേയി, PV നരസിംഹറാവു, രാജീവ് ഗാന്ധി, നരേന്ദ്രമോദി. നമ്മള് ഗംഗ, കാവേരി ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഗംഗ ആക്ഷൻ പ്ലാൻ, കാവേരിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാവേരി പ്ലാൻ ഒക്കെ ഉണ്ടല്ലേ. ഇപ്പൊ ഏറ്റവും പ്രശ്നമായിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഗംഗ പ്രൊട്ടക്ട് ചെയ്യാൻ, ഗംഗയിലെ പൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രശ്നമായിട്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ആരാണ് ഈ പ്ലാൻ ലോഞ്ച് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. ആരാണ്? ഗംഗ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് 1986 പരിശുദ്ധമായ റിവർ ഗംഗയെ പൊല്യൂഷൻ ഫ്രീ ആക്കാൻ വേണ്ടി ഗംഗ ആക്ഷൻ പ്ലാൻ തുടങ്ങിയത് 1986 ഇത് സെൻട്രലി 100% സെൻട്രലി സ്പോൺസേർഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ് ഈ പറഞ്ഞ ഗംഗ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ഗംഗ ആക്ഷൻ പ്ലാന് ആരാ ചെയ്തത്? രാജീവ് ഗാന്ധിയാണ് ചെയ്തത്. രാജീവ് ഗാന്ധി ആയിരുന്നു അന്നത്തെ പ്രൈം മിനിസ്റ്റർ. രാജീവ് ഗാന്ധിയാണ് ചെയ്തത്. 2 ഫേസസ് ആയിട്ടാണ് ചെയ്തത്. ഫേസ് 1 സ്റ്റാർട്ട് ചെയ്തത് 1985 ആ ഫേസ് 1 1985 സ്റ്റാർട്ട് ചെയ്തപ്പോൾ 3 സ്റ്റേറ്റുകളാണ് അവിടെ കവർ ചെയ്തത്: ഉത്തർപ്രദേശ്, ബീഹാർ ആൻഡ് വെസ്റ്റ് ബംഗാൾ. ഫേസ് 2 ഗംഗ ആക്ഷൻ പ്ലാന്റെ ഫേസ് 2 ലോഞ്ച് ചെയ്തത് 1993 അപ്പൊ 7 സ്റ്റേറ്റുകളെയാണ്: ഉത്തരാഖണ്ഡ്, UP, ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഡൽഹി ആൻഡ് ഹരിയാന. അതായത് ഗംഗ ആക്ഷൻ പ്ലാന്റ് 2 ഫേസസ് ചെയ്തു. ഒന്നാമത്തെ ഫേസ് 1985 അതില് 3 സ്റ്റേറ്റുകൾ ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആയിരുന്നു. ഫേസ് 2 ഗംഗ ആക്ഷൻ പ്ലാന്റെ ഫേസ് 2 എന്ന് പറയുന്നത് 7 സ്റ്റേറ്റുകളെ കവർ ചെയ്തുകൊണ്ടായിരുന്നു: ഉത്തരാഖണ്ഡ്, UP, ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഡൽഹി ആൻഡ് ഹരിയാന. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് എപ്പോഴായിരുന്നു? 1993 കേട്ടോ. 7 സ്റ്റേറ്റുകളെയാണ് സെക്കൻഡ് ഫേസ് കവർ ചെയ്തത്. ഇതാരായിരുന്നു? രാജീവ് ഗാന്ധി ആയിരുന്നു അല്ലെ. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് അവർക്കായിരുന്നു വാസ് മെയ്ഡ് ഇൻ ചാർജ് ഓഫ് ദ ഓവറോൾ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഗംഗ ആക്ഷൻ പ്ലാൻ. ഗംഗ ആക്ഷൻ പ്ലാന്റെ ഓവറോൾ ഡിസൈനും ഇംപ്ലിമെന്റേഷനും ഒക്കെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആയിരുന്നു. Central Ganga Authority came into existence under the Environment Protection Act 1986 headed by the Prime Minister of India. ഇതിന്റെ ബേസിസില് സെൻട്രൽ ഗംഗ അതോറിറ്റി നിലവിൽ വന്നു. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഏത് വർഷമാണ്? എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 അതിന്റെ ബേസിസിലാണ് സെൻട്രൽ ഗംഗ അതോറിറ്റി നിലവിൽ വന്നത്. ഇത് നമ്മുടെ രാജീവ് ഗാന്ധിയുടെ കാലത്ത് വന്ന ഒന്നാണ്. രാജീവ് ഗാന്ധി അന്നത്തെ കാലത്തെ പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധി ആയിരുന്നു. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം: റോബർട്ട് വെബ്സ്റ്റർ ഈസ് നോൺ ഫോർ ഹിസ് വർക്ക് അസോസിയേറ്റഡ് വിത്ത് കാർഡിയോളജി, ഇൻഫ്ലുവൻസ വൈറസ്, HIV or AIDS, അൽഷിമേഴ്സ്. റോബർട്ട് വെബ്സ്റ്റർ എന്തുമായി ബന്ധപ്പെട്ട ആളാണെന്നാണ് ചോദ്യം. റോബർട്ട് വെബ്സ്റ്റർ എന്ന് പറയുന്നത് റോബർട്ട് ഗോർഡൻ വെസ്റ്റർ, GORDON, റോബർട്ട് ഗോർഡൻ വെസ്റ്റർ. അദ്ദേഹം is an avian influenza authority who correctly posited the pandemic strains of flu. ഇൻഫ്ലുവൻസ വൈറസിനെ കുറിച്ചായിരുന്നു ഇൻഫ്ലുവൻസ വൈറസിന്റെ പേരിലായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഇപ്പൊ റോബർട്ട് വെബ്സ്റ്റർ ഇൻഫ്ലുവൻസ വൈറസിനെ കുറിച്ചുള്ള വർക്കിൽ ആണ് പ്രശസ്തരായത്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നമ്മൾ 14 ചോദ്യങ്ങളെ ചെയ്തുള്ളൂ. ആ 14 ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടുകളും പറഞ്ഞു. ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാം ആർട്ടിക്കിൾസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. ഗോൾഡൻ ആർട്ടിക്കിൾസ് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. അതുപോലെ ആർട്ടിക്കിൾ 21A നമ്മൾ ഇന്നത്തെ തന്നെ 14, 19, 21 അതുപോലെ 21A ഒക്കെ പഠിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഡിസീസസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ടോപ്പിക്കുകളെ കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് സെറ്റിന്റെ ജനറൽ പേപ്പർ വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ജനറൽ പേപ്പർ വളരെ ഈസി ആയിട്ട് കടന്നു പോകാൻ പറ്റും. താങ്ക് യു. വീണ്ടും കാണാം.